സോഷ്യൽ മീഡിയയിലൂടെ വന്നിട്ട് പറയുന്നു, നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരത് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയില്ല. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സ്ത്രീകളെ കുറിച്ച് പറയാൻ എന്ത് അധികാരമാണുള്ളത്? നിങ്ങളുടെ പ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ പ്രയോഗിച്ച വാക്ക് കാമഭ്രാന്തൻ എന്നാണ്. നഊദു ബില്ലാഹ്. അല്ലാഹു ആ വാക്ക് ജനങ്ങളുടെ മുമ്പിൽ ഒന്നുകൂടി കേൾപ്പിക്കുന്നതിൽ അബദ്ധമുണ്ടെങ്കിൽ അല്ലാഹു പുറത്തു നൽകുമാറാകട്ടെ. അങ്ങനെയുള്ള ഒരാളുടെ മതത്തിന്റെ ആളുകളാണോ ഞങ്ങളുടെ നാട്ടിലെ സ്ത്രീകളെ നന്നാക്കാനും അവരോട് സദാചാര മര്യാദകൾ പഠിപ്പിക്കാനും അവരുടെ വേഷവിധാനങ്ങളെ ചർച്ച ചെയ്യാനും നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് ചില ആളുകൾ രംഗത്തു വരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട്, സമൂഹത്തോട്, അയൽവാസികളോട്, നാടിനോട് എന്ത് ക്രൂരതയാണ് ചെയ്തത്? അവിടെ ആളുകൾ ചർച്ച ചെയ്യുന്ന വിഷയം നിങ്ങളുടെ പ്രവാചകൻ എത്ര ഭാര്യമാരാണ് എന്നതാണ്. കുറെ മുസ്ലിം നാമധാരികൾ അതിന്റെ പിന്നിൽ അത് ശരി തന്നെ, ഇവർക്ക് പറയാനുള്ളൊരു ചാൻസ് അവിടെ ഉണ്ട് എന്നൊക്കെ മുസ്ലിം നാമധാരികളായ ആളുകൾ ശരിവെച്ചു കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ പ്രതികരണങ്ങളൊക്കെ നടത്തുമ്പോൾ മൗനം പാലിക്കുകയും ഈ അർത്ഥത്തിലുള്ള വൃത്തികേടുകൾ പറയുകയും ചെയ്യുമ്പോൾ നമ്മൾ സമൂഹത്തെക്കുറിച്ച് ചില ധാരണകൾ പഠിക്കേണ്ടതുണ്ട് എന്ന് പറയാനാണ് ഞാൻ ഈ വാക്ക്, അല്ലെങ്കിൽ ഇനി പറയാനിരിക്കുന്ന ചില പരാമർശങ്ങൾ പറയുന്നത്. ആരെയും തേജോവധം ചെയ്യാനല്ല. മഹാഭാരത പ്രകാരം, മഹാഭാരതം വായിച്ചാൽ, വിഷ്ണു പുരാണം വായിച്ചാൽ, ഹരിവംശ പുരാണം വായിച്ചാൽ ഭഗവാൻ എന്ന് അവർ വിശേഷിപ്പിക്കുന്ന ശ്രീകൃഷ്ണന് 16,008 ഭാര്യമാരാണ്. എന്ത് ലോകം ചർച്ചക്കെടുക്കാത്തത്? 11 ഭാര്യമാരുണ്ട് എന്ന് പറയുന്ന പ്രവാചകനെ സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് നഖശിഖാന്തം പല്ലുകൾ കുറിപ്പിച്ച് നഖം ചൂണ്ടിപ്പിടിച്ച് കീറി മുറിക്കാൻ തയ്യാറാകുന്നവർ, ഈ മഹാനായി അറിയപ്പെടുന്ന, അങ്ങനെ പരിചയപ്പെടുത്തുന്ന ശ്രീകൃഷ്ണനെ കുറിച്ച് പരാമർശിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. എന്റെ ആളുകൾ അത് ചർച്ചക്കെടുക്കാത്തത്? ഞാൻ പറഞ്ഞല്ലോ, വിഷ്ണു പുരാണം പ്രകാരമാണ്, മഹാഭാരത പ്രകാരമാണ്. മുസ്ലിങ്ങൾ ഏതെങ്കിലും എഴുതിയുണ്ടാക്കിയ, ഏതെങ്കിലും മതവിശ്വാസികൾ എഴുതിയ പുസ്തക പ്രകാരമല്ല. ശ്രീകൃഷ്ണന് 16,008 ഭാര്യമാർ. എന്നിട്ട് ലോകം അതിന്റെ പിറകെ പോകുന്നുണ്ടോ? ലോകം അതിന്റെ പിറകെ പോവാറുണ്ടോ? അതിനുവേണ്ടി സമയം കളയാറുണ്ടോ? ഒരു രാജാവ് കീഴ്പ്പെടുത്തി വെച്ച രാജകുമാരികളായ 16,000 പേരെ അദ്ദേഹത്തിന്റെ തടവെങ്കിലേക്കാവുകയും പിന്നീട് അദ്ദേഹം അവരെ എല്ലാവരെയും വിവാഹം ചെയ്യുകയും എല്ലാവർക്കു വേണ്ടിയും പ്രത്യേക കൊട്ടാരങ്ങൾ പണിയുകയും ചെയ്യുന്നത് ഈ പറഞ്ഞ പുരാണങ്ങളിലും പുസ്തകങ്ങളിലും ഗ്രന്ഥങ്ങളിലും കാണാൻ സാധിക്കും. ഞാൻ സാന്ദർഭികമായി പറഞ്ഞതാണ്. ബൈബിളിന്റെ താളുകളിലേക്ക് പോയി നോക്കൂ നിങ്ങൾ. ഇന്ന് വായിക്കാൻ കിട്ടുന്ന ബൈബിളിന്റെ താളുകളിലേക്ക് പോയാൽ പഴയ നിയമപ്രകാരം അധിക പ്രവാചകന്മാരും ഒന്നിൽ കൂടുതൽ ഭാര്യമാർ കൂടെ ഉണ്ടാവുകയും വിവാഹം കഴിക്കുകയും ചെയ്തവരാണ് എന്ന് പരിചയപ്പെടുത്തുന്നു ആര്? ബൈബിൾ. രണ്ടാമതൊരു വിവാഹം ചെയ്യുന്നത് ഇസ്ലാമിനെ അവഹേളിക്കാനും ഇസ്ലാം ചെയ്യുന്ന ഭീകരമായ ഒരു തെറ്റായി പരിഗണിച്ചുകൊണ്ട് സംസാരിക്കുന്ന ക്രൈസ്തവ ലോകത്തുള്ളവർ ബൈബിളിന്റെ താളുകളിലൂടെ കടന്നുപോയി തന്റെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ച ബൈബിളിന്റെ പേജുകൾ വായിക്കാനെങ്കിലും തയ്യാറാവാറുണ്ടോ എന്ന് സമൂഹത്തോട് ചോദിക്കേണ്ട ഘട്ടമാണിപ്പോ. ബൈബിൾ പ്രകാരം അബ്രഹാം പ്രവാചകൻ എന്ന് പരിചയപ്പെടുത്തുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, നമുക്കൊക്കെ അറിയാം, ഹാജറയും അതുപോലെ തന്നെ സാറയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യമാരായി ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ ലോകത്തെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ബൈബിളോ? ബൈബിൾ പരിചയപ്പെടുത്തുന്നത് സാറ, ഹാങ്കാർ എന്ന് പറഞ്ഞാൽ ഹാജറയും സാറയും അബ്രഹാം പ്രവാചകന്റെ ഭാര്യമാരാണ്. സാറ എന്ന് പറയുന്ന, അല്ലെങ്കിൽ സാറ എന്ന് പരിചയപ്പെടുത്തുന്ന തന്റെ പത്നി ലോകത്ത് വിട പറഞ്ഞപ്പോ കെത്തൂറ എന്ന് പറയുന്ന മറ്റൊരു സ്ത്രീയെ അബ്രഹാം പ്രവാചകൻ വിവാഹം കഴിച്ചു. ബൈബിൾ പ്രകാരം പോരാ, അവിടെ നിർത്തുന്നില്ല. ഇത് കൂടാതെ അനേകം ഉപഭാര്യമാർ അബ്രഹാം പ്രവാചകൻ ഉണ്ടായിരുന്നു എന്ന് ബൈബിൾ പരിചയപ്പെടുത്തുന്നു. അങ്ങനെ സാറ, ഹാങ്കാർ, കെത്തൂറ, ഇതിനു പുറമെ ഉപഭാര്യമാരായി കുറെ ഭാര്യമാർ ഉണ്ടായിരുന്നു എന്ന് ബൈബിൾ പരിചയപ്പെടുത്തുന്നു. ഇതെന്നിട്ട് ലോകത്താരെങ്കിലും ചർച്ചക്കെടുക്കാറുണ്ടോ?
മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്ന പ്രവാചകനെ കുറിച്ച് ഒരു മോശമായ വാക്കിന്റെ ഒരക്ഷരത്തിന്റെ മൈന്യൂട്ട് പൊട്ട് പോലും പറയാൻ ഒരു മുസ്ലിമും ആഗ്രഹിക്കുന്നില്ല. നന്മയായ കാര്യത്തെ തിന്മയായിട്ടും തിന്മയായ കാര്യത്തെ നന്മയായും ചിത്രീകരിക്കാൻ ഇല്ല പ്രിയപ്പെട്ടവരെ, നമുക്ക് അവകാശമില്ല. ഇനി പറയപ്പെടുന്നു എന്ന് പറയുന്ന കാര്യങ്ങളിലൂടെ സമയം കളയാൻ നമുക്ക് പ്രിയപ്പെട്ടവരെ സമയത്തെ നീക്കിവെക്കാനുമില്ല. ഇനി മാത്രമല്ല, ബൈബിളിന്റെ താളുകളുടെ കടന്നുപോയാൽ ഉൽപ്പത്തി പുസ്തകത്തിലെ 29 അധ്യായത്തിലെ 21-ാമത്തെ വചനം എടുത്താൽ യാക്കോബ് പ്രവാചകൻ യാക്കോബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ബൈബിൾ പരിചയപ്പെടുത്തുന്നത് യാക്കോബ് പ്രവാചകന് ലേയ എന്ന ഭാര്യ. എവിടെ? ഉൽപ്പത്തി പുസ്തകത്തിലെ 29-ൽ 21-ാമത്തെ അധ്യായം. ലാബാൻ എന്ന ഭാര്യ 29-ാം അധ്യായത്തിലെ 29-ാമത്തെ വചനം. ബിൽഹ എന്ന ഭാര്യ 30-ാം അധ്യായത്തിലെ 4-ാമത്തെ വചനം. സിൽവ എന്ന ഭാര്യ 30-ാം അധ്യായത്തിലെ 9-ാമത്തെ വചനം. ഞാനിത് പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലൂടെ കടന്നുപോയാൽ യാക്കോബ് പ്രവാചകന് 4 ഭാര്യമാരെ ബൈബിൾ പരിചയപ്പെടുത്തുകയാണ്. എന്നിട്ട് എന്റെ ഈ സോഷ്യൽ മീഡിയ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ മാത്രം തിരിഞ്ഞു നിൽക്കുന്നത്? അതിലേറ്റവും വലിയ ചർച്ചാ വിഷയമായി കൊണ്ടുവരുന്നത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വിവാഹമാണ്. ചെറിയ പ്രായമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് കിട്ടുമോ എന്ന് സസൂക്ഷ്മം പരിശോധിച്ച മുശ്രിക്കുകളായ ആളുകൾ പ്രവാചകനെ പല വിധത്തിലും കുറ്റപ്പെടുത്താൻ ശ്രമിച്ചിട്ടും പ്രവാചകന്റെ കല്യാണത്തെ കുറിച്ച് അവർ കുറ്റം പറഞ്ഞോ? ഇല്ല. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എന്ന് പറയുന്ന മഹദിയെ അള്ളാഹുവിന്റെ പ്രവാചകൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് 2 തവണ ആയിഷ ബീബി റളിയല്ലാഹു അൻഹാക്ക് കല്യാണ അന്വേഷണം വന്നിരുന്നു. ബാപ്പയാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ആയിഷ ബീബി ആ കല്യാണത്തിന് റെഡിയല്ല എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കല്യാണം കഴിക്കുന്ന അതേ പ്രായത്തിൽ നബി വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹാക്ക് കല്യാണം വന്നുകൊണ്ടേയിരിക്കുന്നു. ആ പ്രായം അന്നത്തെ കാലത്ത് ചർച്ചാ വിഷയമേ അല്ല. ഒന്നും വേണ്ട, നമ്മുടെ വല്യമാന്റെ കല്യാണ പ്രായം എടുത്തു നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം 1400 വർഷം മുമ്പാ. നമ്മുടെ നാട്ടിലെ ഈ സദസ്സിലെ ഈ പള്ളിയിലെ അള്ളാഹുവിന്റെ വീട്ടിൽ ഒരു 70 വയസ്സുള്ള ആൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിവാഹപ്രായവും നിങ്ങളുടെ ഇണയായി വന്ന ഭാര്യയുടെ പ്രായവും ഒക്കെ ഒന്ന് പരിശോധിച്ചു നോക്കൂ. അപ്പൊ പിന്നെ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ വിഷയം ലോകത്താരും ചർച്ചക്കെടുത്തില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ ആരും അത് പറഞ്ഞ് പരിഹസിച്ചില്ല. അബൂജഹൽ പറഞ്ഞോ? അബൂലഹബ് പറഞ്ഞോ? എന്തൊക്കെ പറയാൻ ശ്രമിച്ചു? നബിയുടെ വിവാഹത്തെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഒരു ചർച്ചയാ ലോകത്തുണ്ടായില്ല. എന്താ കാരണം? അത് അന്നത്തെ ലോകത്തൊരു അത്ഭുതമല്ല, അന്നത്തെ ലോകത്തൊരു അത്ഭുതമല്ല. എന്നിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹപ്രായം ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത്. വേറെ ഒന്നും ആ പ്രവാചകനായ ഗുരുവര്യനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ തങ്ങളാകുന്ന നബിയെ കുറിച്ച് മറ്റൊന്നും പറയാനില്ല എന്ന് വന്നപ്പോ എന്തെങ്കിലും തുരുമ്പ് ചീട്ടുകൾ കിട്ടുമോ എന്ന പരിശോധനയിലാണ് സോഷ്യൽ മീഡിയയും ചില മനുഷ്യരും. അപ്പൊ ഞാൻ പറഞ്ഞത് യാക്കോബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച്. ഇനി ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പരിചയപ്പെടുത്തുന്ന ദാവീദ് പ്രവാചകനെ കുറിച്ച് ബൈബിളിന്റെ പേജുകൾ പറയുന്നത് എന്താ? മീക്കൽ എന്ന് പറയുന്ന ഭാര്യ, അഭിനോവം എന്ന് പറയുന്ന ഭാര്യ, അബിഗായാൽ എന്ന് പറയുന്ന ഭാര്യ, മാക്ക എന്ന് പറയുന്ന ഭാര്യ, ഹംഗ്ലീത്തി എന്ന് പറയുന്ന ഭാര്യ, അബിത്താൽ എന്ന് പറയുന്ന ഭാര്യ, എംഗ്ലോയ് എന്ന് പറയുന്ന ഭാര്യ. ഇതൊക്കെ ഏത് പ്രവാചകന്റെ ഭാര്യമാരാണ്? ബൈബിൾ അനുസരിച്ച് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ. 1, 2, 3, 4, 5, 6 അങ്ങനെ എണ്ണം പോവുക. ധാരാളം ഭാര്യമാരായിരുന്നു ആർക്ക്? ദാവീദ് പ്രവാചകന് ബൈബിൾ അനുസരിച്ച്. അറിയോ? അപ്പൊ പരിശോധിക്കാനാണ് ഇത് പറയുന്നത്. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മോനാര? സോളമൻ എന്നാണ് ബൈബിൾ പരിചയപ്പെടുത്തുന്നത്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബൈബിൾ പ്രകാരം പുത്രനായ സോളമൻ എത്ര ഭാര്യ എന്നറിയോ? 700 ഭാര്യമാരാണ്. എങ്ങനെ? ബൈബിൾ പ്രകാരം സോളമൻ എന്ന് പറയുന്ന ദാവൂദ് പ്രവാചകന്റെ മകനാകുന്ന സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്, സോളമൻ എന്ന് പറയുന്ന രാജാവിന് 700 ഭാര്യമാരും 300 ഉപഭാര്യമാരും. 700 ഭാര്യമാരും 300 ഉപഭാര്യമാരും ഉണ്ടായിരുന്നു. ആരെങ്കിലും അങ്ങാടിയിൽ ചർച്ച കേട്ടോ ഇതിനെക്കുറിച്ച്? കേട്ടോ? ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും മുസ്ലിങ്ങൾ ഇതെടുത്തിട്ട് വാർത്തയാക്കിയോ? ഇത് ചർച്ചക്ക് കൊണ്ടുവന്നോ? നിങ്ങളെ ബൈബിൾ പ്രകാരം ഇങ്ങനെയുണ്ടല്ലോ എന്ന് പറഞ്ഞ് അതിന് പ്ലാറ്റ്ഫോമിൽ സമയം ചെലവഴിച്ചോ? ഞാൻ ഇതെന്തിനാണ് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ?
ഇപ്പൊ ഇവിടെ നടക്കുന്ന വിവാദം എന്താ? സിനിമാ രംഗത്തും സീരിയൽ രംഗത്തും അല്ലാത്ത രംഗത്തുമൊക്കെ സ്ത്രീകൾ ചില പീഡനങ്ങൾ അനുഭവിക്കുന്നു. പുറത്തു പറയാൻ മടിക്കുന്ന പല രംഗങ്ങളും ഉള്ളിലൂടെ ഇരുട്ടിന്റെ മറവിലൂടെ കടന്നു പോകുന്നു. അല്ലേ? ഇത് മുസ്ലിങ്ങൾ മാത്രം എതിർക്കേണ്ട ഒന്നാണോ? ഇത് മുസ്ലിങ്ങൾ മാത്രം എതിർക്കേണ്ട ഒന്നാണോ? നമ്മുടെ നാട്ടിലെ ഒരു സിനിമാ സംവിധായകൻ പറഞ്ഞെന്താണെന്നറിയോ? കേരളക്കരയിലെ മലയാളിയായ ഒരു സിനിമാ സംവിധായകൻ പറഞ്ഞത്, എന്റെ ഒരു സിനിമ പുറത്തിറങ്ങി, ആ സിനിമ കണ്ടിട്ട് 10 വിവാഹമോചനം നടന്നാൽ 10 ത്വലാക്ക്. എന്റെ സിനിമ കണ്ടിട്ട് ഒരു ടാക്കീസിൽ കുറെ ആളുകൾ വന്നു, 100 കണക്കിന് മനുഷ്യർ വന്നു. എന്നിട്ട് ആ സിനിമ കണ്ടുപോകുമ്പോ 10 കുടുംബങ്ങൾ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞ് 10 ത്വലാക്ക്, 10 വിവാഹമോചനം നടന്നാൽ എന്റെ സിനിമ വിജയിച്ചു, ഞാൻ ഹാപ്പിയാണ് എന്നാണ് മലയാളിയായ ഒരു സംവിധായകൻ പറയുന്നത്. അത് വീഡിയോ കിട്ടും, വെറുതെ പറയില്ല. ഇതിനെ എതിർക്കാൻ ഇവിടുത്തെ ക്രൈസ്തവർക്ക് കുടുംബമായി ജീവിക്കാൻ ആഗ്രഹമില്ലേ? ഇവിടുത്തെ ഹൈന്ദവർക്ക് കുടുംബമായി ജീവിക്കാൻ ആഗ്രഹമില്ലേ? ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് കുടുംബമായി ജീവിക്കാൻ ആഗ്രഹമില്ലേ? ഇതിനെ എതിർക്കാൻ ഒറ്റപ്പെട്ട ആളുകൾ മാത്രമായി പോകുന്നത് എന്തുകൊണ്ടാണ്? എന്റെ സിനിമ കണ്ടിട്ട്, ഒരു സിനിമ കണ്ടിട്ട് 10 ആളുകളെങ്കിലും, 10 കുടുംബമെങ്കിലും ഭാര്യയും ഭർത്താവും വേർപിരിഞ്ഞ് വിവാഹമോചനം നടന്നാൽ എന്റെ സിനിമ വിജയിച്ചു, ഞാൻ ഹാപ്പിയാണ് എന്ന് സംവിധായകൻ പറയുന്നു. പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിട്ട് സോഷ്യൽ മീഡിയ അതൊന്നും കേട്ടിട്ടേയില്ല, അതൊന്നും അറിഞ്ഞിട്ടേയില്ല. ഈ രൂപത്തിലാണ് പ്രിയപ്പെട്ടവരെ പലരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.